വെട്രിമാരൻ, പാ രഞ്ജിത്ത്, മാരി സെൽവരാജ്. ഈ ട്രയോയുടെ ഒരു സിനിമയും ഞാൻ ഇതുവരെ കണ്ടിരുന്നില്ല. എന്നാൽ നമ്മുടെ ഒരു ഫോളോവർ പറഞ്ഞത് പ്രകാരം ഈ കൂട്ടത്തിലെ ഒരാളുടെ ഒരു സിനിമ ഞാൻ ഇന്ന് കണ്ടു. മേ ബി ഇവരുടെ സിനിമകളിൽ ആ റൂറൽ തമിഴ്നാട് സെറ്റപ്പും അതിനുള്ളിലെ കോൺഫ്ലിക്റ്റുകളും കണ്ട് ടെൻഷൻ അടിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ് സിനിമ എന്നത് പ്രൈമർലി ഹാപ്പി ഗോയിങ്ങും എന്റർടൈനിങ്ങുമായിരിക്കണമെന്ന് നിർബന്ധമുള്ള എനിക്ക് ആ മൂവർ സംഘത്തിന്റെ സിനിമകൾ ഇതുവരെ കാണാൻ തോന്നാതിരുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് പണ്ട് കോവിഡ് സമയത്ത് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയതായും അതിൽ ഡാൻസിംഗ് റോസ് എന്ന കഥാപാത്രം സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലർ ആയതായി കണ്ടിട്ടും ഈ പടം എനിക്ക് കാണാൻ തോന്നാതിരുന്നത്. പക്ഷെ ഇന്നിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത് ദിസ് ഇസ് ആക്ച്വലി എ നൈസ് മൂവി. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ റൂറൽ തമിഴ്നാട് സെറ്റപ്പ് തന്നെയാണ്. പോരാത്തതിന് ഒരു 10-40 വർഷം മുൻപ് നടക്കുന്ന കഥയും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തുടക്കം മുതലേ നമ്മളെ സീറ്റിൽ പിടിച്ചിരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ പടത്തിലെ പല ഫ്രെയിമിലും പരസ്പരം സംസാരിക്കുന്നത് മറ്റു ചില കഥാപാത്രങ്ങളായിരിക്കും. എന്നാൽ ദൂരെ നിന്ന് ഇതൊക്കെ നോക്കിക്കാണുന്ന ഒരാളായിട്ടാണ് നായകനെ കാണിക്കുന്നത്. അയാൾക്ക് ഇതിന്റെ ഭാഗമാവണം, എന്നാൽ അയാൾക്കത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഇതെല്ലാം ദൂരെ നിന്ന് നോക്കിക്കാണും. സോ അങ്ങനെ നമുക്ക് മുന്നിൽ ഇട്ടു തന്ന ആ നായകന് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ? ഇനി ചാൻസ് കിട്ടിയാലും അയാളുടെ കഴിവ് അയാൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഈ രണ്ട് ചോദ്യങ്ങളും നമ്മൾ അവിടെ പിടിച്ചിരുത്തും. ഏകദേശം 3 മണിക്കൂറിന് അടുപ്പിച്ചുള്ള സിനിമയാണ്. ഫസ്റ്റ് ഹാഫിന്റെ എൻഡ് വരെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പടം പോയത്. ഇതിവിടം കൊണ്ട് തന്നെ അവസാനിക്കുമല്ലോ എന്ന് വിചാരിച്ചെടുത്തു നിന്ന് സിനിമയ്ക്ക് സെക്കൻഡ് ഹാഫിലേക്ക് ഒരു ലീഡ് കൊടുക്കാൻ പാകത്തിൽ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുകയും ചെയ്യുന്നു. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വന്നാൽ സിനിമയുടെ ദൈർഘ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ എനിക്ക് പേഴ്സണലി കാര്യങ്ങൾ കുറച്ച് ലാഗിംഗ് ആയി തോന്നി. ബട്ട് സ്റ്റിൽ കാര്യങ്ങൾ ഒരു ഒഴുക്കോടെ മുന്നോട്ട് പോകുന്ന നല്ലൊരു സിനിമ തന്നെയായിരുന്നു ഇത്. അപ്പൊ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നായകനോളം തന്നെ മികച്ച പെർഫോമൻസ് നടത്തിയ, അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുന്ന 3-4 കഥാപാത്രങ്ങൾ വേറെയും ഉണ്ട് ഈ സിനിമയിൽ. സോ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക.